താക്കോൽ എന്ന് പറഞ്ഞ പാട്ട് പാടിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പാട്ട്. നല്ല രസം ആ പാട്ട് കേൾക്കാൻ. താക്കോല് പാടിയതിനു ശേഷം ആദ്യ ഇന്റർവ്യൂ അതില് എങ്ങോട്ടാ പാട്ട് പാടിയിട്ടുള്ളൂ? നിങ്ങൾ പാടില്ല ആ പോർഷൻ ഒന്നും പാടിയല്ല, അതും കൂടി ഒന്നും കൂടി പാടിയല്ലോ നമുക്ക്. എങ്ങോട്ടാ കാറ് പോലെ എങ്ങോട്ടാ മാനത്തെ പാടത്തെ മാമഴ കൊയ്യാനോ കൈകളെ കാൽകളെ. ഹായ് ഹലോ നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരു പാട്ട് കുടുംബമാണ് നിഖിൽ രാജ് ആൻഡ് ഫാമിലി. നമസ്കാരം എല്ലാവർക്കും. എനിക്ക് നിഖിൽ ചേട്ടനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് തൊട്ട് സ്റ്റാർ സിംഗർ കാണുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ സ്റ്റാർ സിംഗറിന്റെ ഒരു ഫാനാണ് ഞാൻ. അപ്പൊ എനിക്ക് നിഖിൽ ചേട്ടന്റെ മുന്നിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ നിഖിൽ ചേട്ടൻ എന്തൊക്കെ ഉണ്ട് പുതിയൊരു വിശേഷം എന്നൊക്കെ പറയുന്നത്? പുതിയ വിശേഷം എന്ന് പറയുന്നത് ഹാപ്പി ആയിട്ടിരിക്കുന്നു. പുതിയ ബാലനിലെ ഹിറ്റ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ബാലനിലെ പാട്ട് മോള് കണ്ടോ താക്കോല് പാടി, അതിന്റെ ഒരു സന്തോഷം. അതെ, അത് അതിനു മുമ്പ് വാഴറ്റു അറിയാലോ, അറിയാതെ സൂരജിന്റെ ഒപ്പം അതും ഹിറ്റ്. അപ്പൊ മോള് പാടിയ 2 പടങ്ങളും വമ്പൻ ഹിറ്റിലേക്ക് വന്നു. അതുകൊണ്ട് അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ. ഒരു അച്ഛന്റെ ഒരു സന്തോഷം എന്ന് പറയാം അല്ലെ, അതുപോലെ അമ്മയുടെ ഒരു സന്തോഷം എന്ന് പറയാം. ചേച്ചിക്ക് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? നിലക്കുട്ടിയുടെ കാര്യം ഞാൻ അടുത്തത് വരാൻ പോയത് എന്താ വെച്ചാൽ, നിലക്കുട്ടിയുടെ മുൻപ് ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മുടെ അന്നത്തെ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഒരു അമ്മ എന്ന നിലയിൽ ഈ ഒരു സന്തോഷത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ സന്തോഷം, അതിലേറെ അഭിമാനം. അതാണ് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു 2 പടങ്ങളാണെങ്കിലും ഇത്രയും വലിയൊരു ബിഗ് ബജറ്റ് പടമായിരുന്നല്ലോ. നല്ല 2 ഹിറ്റായി. അപ്പൊ അതില് മോൾക്ക് നല്ലൊരു സോങ്ങും കിട്ടി. അപ്പൊ എല്ലാരും കേട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. അല്ല, ശരിക്കും പറഞ്ഞ ഒരു പാരന്റ്സ് എന്ന നിലയിൽ നിങ്ങൾ എന്ന് പറഞ്ഞ ഒരു ബ്ലെസ്ഡ് ആയിരിക്കും. എന്താന്ന് പറഞ്ഞാൽ പാട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും എല്ലാ ആളുകൾക്കും ഒരു നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പാട്ട് എന്ന് പറയുന്നത്. നിങ്ങളെന്ന് പറഞ്ഞാൽ 3 പേരും പാട്ട് പാടുന്നതാണ്. അപ്പൊ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിലക്കുട്ടി, എന്താണ് നമ്മൾ അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഇപ്പൊ കാണുകയാണ് അല്ലേ? സ്കൂളിലൊക്കെ പോവാറുണ്ടോ? പോവാറുണ്ട്. ആണോ? അപ്പൊ ഇപ്പൊ നമ്മളന്ന് വാഴ 2ന്റെ കാര്യങ്ങളൊക്കെയാ പറഞ്ഞത്. ഇന്നിപ്പോ ഏതാ ബാലൻ എന്താ ഹിറ്റ് അല്ലേ? ബാലന്റെ പാട്ടുകളൊക്കെ ഭയങ്കര അടിപൊളി. ഇപ്പൊ എല്ലാവരും പാടിക്കൊണ്ട് നടക്കാം. അതിന്റെ വിഷ്വലും ഒക്കെ എല്ലാം കാണാൻ വേണ്ടിട്ട് എന്ത് രസമാണെന്നല്ലേ. അപ്പൊ ആ പാട്ട് താക്കോൽ എന്ന് പറഞ്ഞ പാട്ട് പാടിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പാട്ട്. നല്ല രസം ആ പാട്ട് കേൾക്കാൻ. അല്ല, ശരിക്കും നമുക്കൊക്കെ ആ പാട്ട് കേട്ടപ്പോഴേ താക്കോൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പാടി തന്ന പാട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് തന്നെയായിരുന്നു. നമുക്ക് ആ പാട്ടൊന്ന് പാടിയിട്ട് തുടങ്ങിയാലോ? കണ്ടോ താക്കോല്, കുഞ്ഞന്തവളുടെ താക്കോല്, നാട്ടിൽ തെണ്ടി നടക്കുമ്പോൾ കാണാതായൊരു താക്കോല്, മണ്ണ് കുഴിക്കും ഞണ്ടളിയ, കണ്ടോ നീയാ താക്കോല്, മണ്ണ് കുഴിക്കും നേരം എങ്ങനെ കാണും താക്കോല്. ഓ, അടിപൊളി. ഇതെനിക്ക് പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം വാഴ 2ന്റെ പാട്ട് കേട്ടപ്പോഴേ തന്നെ എനിക്ക് മെൽറ്റിംഗ് ആയതായിരുന്നു ഈ പാട്ട്. ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് തന്നെയാണ്. അതിന്റെ ഓരോ ലിറിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് തന്നെ. അപ്പൊ സുഷിൻ ചേട്ടനെ കണ്ടായിരുന്നോ? കണ്ടില്ല. കാണണ്ടേ? സുഷിൻ ചേട്ടൻ പാട്ടൊക്കെ ഇത് കഴിഞ്ഞിട്ടേ പാട്ടൊക്കെ പാടി കഴിഞ്ഞിട്ട് വിളിച്ചിരുന്നോ? മെസ്സേജ് അയച്ചു അല്ലേ? മെസ്സേജ് അയച്ചു. സുഷിൻ മോളെ നന്നിട്ട് പാടിയെന്ന് പറഞ്ഞു. പിന്നെ അന്നും സുഷിൻ പറഞ്ഞിരുന്നു വോയിസ് നല്ലതാണെന്നൊക്കെ പറഞ്ഞു സ്റ്റുഡിയോയിൽ വെച്ചിട്ടേ. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. സുഷിനായിട്ട് നേരിട്ട് കണ്ടല്ലോ, എം ലോഞ്ചിലായിരുന്നു. വിൻസെന്റ് അണ്ണൻ വിളിച്ചിട്ട്, വിൻസാപ്പിനെ ഞങ്ങൾ വിളിക്കുന്നത്, ഓർക്കസ്ട്ര റേഞ്ചറും സീനിയർ മ്യൂസിഷ്യനാണ്. അപ്പോൾ അദ്ദേഹമാണ് നമ്മളെ കോറസ് പാടാനാണെങ്കിലും സോളോ പാടാനൊക്കെ വിളിക്കുന്നത്, നിലനാക്കി. അപ്പൊ അങ്ങനെ വിളിച്ചിട്ടാണ് സുഷിനെ അയച്ചു കൊടുത്തത്. ശരിക്കും ഒരു മെയിലാണ് അത് പാടേണ്ടത്, മെയിൽ കുട്ടിയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്ന. ബാലൻ മെയിലാണ്, ബാലികല്ലോ. നിലയുടെ വോയിസ് അയച്ചു കൊടുത്തപ്പോ ഇത് മതി, എന്തായാലും ആ പ്രായത്തിലുള്ളവർക്ക് ഏകദേശം ഒരേ വോയിസ് ആയിരിക്കുമല്ലോ, മെയിലിന് ഫീമെയിൽ. അങ്ങനെ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ ആയതാ. ഒരു മെയിൽ ഒരു ആൺകൊച്ചാണത് പണ്ട്. കാരണം തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലൊക്കെ മെയിലെ പാടിയാണ്. അതെല്ലേ? ഓ, ഓക്കെ. ഫീമെയിലായിട്ട് പാടിയിരിക്കുന്നല്ലേ? അല്ല, എനിക്ക് തോന്നുന്നു അതിന്റെ ക്രൂ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ആ ബാലനായിട്ട് അഭിനയിച്ച കുട്ടീനെ കൊണ്ട് പാടിപ്പിക്കാന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇത്ര
പക്ഷെ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് ഒരു സിംഗർ പാടണം എന്നുള്ളത് വന്നോണ്ടാണ് നിലകുട്ടീനെ കോണ്ടാക്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ ഇത്രയും പാട്ടൊക്കെ പാടിയപ്പോ സ്കൂളിൽ നിന്നൊക്കെ എന്താ പറഞ്ഞത് ഈ പാട്ടൊക്കെ കേട്ടിട്ട് ഫ്രണ്ട്സൊക്കെ? സ്കൂളിൽ എല്ലാവർക്കും എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ടീച്ചർമാരൊക്കെ പാട്ട് പാടാൻ പറയുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ പാട്ട്. സ്കൂളിൽ ഇപ്പൊ ഒരാഴ്ചയായിട്ട് പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ലേശം പനിയൊക്കെ വന്ന് ആകെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇപ്പോഴാണ് ഞങ്ങളൊന്ന് റിലീസ് ആയത്. അതാണ് കുറച്ചൊരു എനർജി കുറവ് തോന്നുന്നുണ്ടല്ലേ? അല്ല ഇങ്ങനൊന്നും അല്ല ആള്, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനൊന്നല്ല. താക്കോല് പാടിയതിനു ശേഷം ആദ്യ ഇന്റർവ്യൂ അതില് എങ്ങോട്ടാ പാട്ട് പാടിയിട്ടുള്ളൂ? നിങ്ങൾ പാടില്ല ആ പോർഷൻ ഒന്നും പാടിയല്ല, അതും കൂടി ഒന്ന് ആ വരികൊന്നും കൂടി പാടിയല്ലോ നമുക്ക്. എങ്ങോട്ടാ കാറ് പോലെ എങ്ങോട്ടാ മാനത്തെ പാടത്തെ മാമഴ കൊയ്യാനോ കൈകളെ കാൽകളെ കൺകളെ എങ്ങോട്ടാ പാഞ്ഞു പോ മായയാമാനിൻ്റെ പിന്നാലെ റോഡെല്ലാം എങ്ങോട്ടാ നീണ്ടെങ്ങോട്ടാ ഭൂമിയുടെ തുഞ്ചത്തെ തൂനില തേടിയോ. ഓ അതും അടിപൊളി. ശരിക്കും ഇപ്പൊ സുഷിന്റെ ഒരു കോമ്പോസിഷൻ നോക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു റിതം എന്ന് പറയുന്നത് തന്നെ ഒരു ഡിഫറെന്റാ. നമുക്കിതിങ്ങനെ കേട്ടിരിക്കുന്നത് ഒരു ലൂപ്പിലോട്ട് പോകുമെന്ന് പറയില്ല, അതുപോലെ ഇപ്പൊ അത് പ്രത്യേകിച്ച് നിലകുട്ടിയുടെ ശബ്ദം കൂടി ആയപ്പോ ഉണ്ടല്ലോ നമ്മൾ ആ ലൂപ്പിലോട്ട് പോയി. ശരിക്കും പറഞ്ഞ അടിപൊളിയായിട്ടാ നിലകുട്ടി. അപ്പൊ നിഖിൽ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ആദ്യം പറഞ്ഞായിരുന്നു നമ്മൾ ആ ഒരു സമയത്ത് സ്റ്റാർ സിംഗറിന്റെ ഫാൻ ആയിരുന്നു പറഞ്ഞു. അന്നത്തെ പാട്ടുകൾക്ക് നജീം അർഷാദ് അല്ലെങ്കിൽ ഇപ്പൊ നിഖിൽ ചേട്ടനൊക്കെ ഉണ്ടായിരുന്ന ഒരു സീസൺ എന്ന് പറയുന്നത് അത്ര അസാധ്യ സിംഗേഴ്സ് ആയിരുന്നു. അന്നത്തെ ഒരു സ്റ്റാർ സിംഗർ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പാട്ടൊക്കെ കേട്ടെടുക്കാൻ ഭയങ്കര ഒരു താല്പര്യം. അപ്പൊ ആ ഒരു കാലഘട്ടം ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുമോ ആ സ്റ്റാർ സിംഗറിന്റെ? അന്ന് എനിക്ക് 20 വയസ്സ്. ഇപ്പോഴത്തെ വയസ്സ് പറയുന്നില്ല. ചെറിയ പയ്യനല്ലേ ആ സമയത്ത്. ഇങ്ങനെ +2 ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ ഗാനമേളയ്ക്ക് പോയി പാടുന്നു. അതിനിടയ്ക്ക് സ്റ്റാർ സിംഗറിൽ കിട്ടിയപ്പോ നമ്മൾ അതിനെ സീരിയസ്നെസ് അത്ര ഞാൻ അത്ര സീരിയസ്നെസ് കൊടുത്തിട്ടില്ല. കാരണം ഞാൻ തിരുവട്ടമാടത്ത് നിന്ന് എല്ലാവരായിട്ടും നമ്മുടെ അത്രയും കണ്ടസ്റ്റൻസുമായിട്ടെല്ലാം അടിച്ചു പൊളിക്കുന്നു. പാടുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് പാടി അങ്ങ് പാടുന്നു. കുറച്ച് മാർക്ക് ഒരു 60-70 മാർക്ക് മേടിക്കുന്നു, തിരിച്ചു വരുന്നു. പക്ഷെ പരിപാടി അതില് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തവരാണ് ഫൈനലിലൊക്കെ എത്തിയത്. ഞാനൊരു സെമി ഫൈനൽ വരെ എത്തി. പിന്നെ എന്താ ഒരു ദൈവഭാഗ്യം എല്ലാം ഒരു ഭാഗ്യത്തിന് പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആ 20 വയസ്സിൽ ഒരു സെലിബ്രിറ്റി ഒരു സ്റ്റാറ്റസിലേക്ക് വന്നപ്പോ അത്യാവശ്യം അടിപൊളിയായിരുന്നു. നമ്മള് അല്ല അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോ ഒരു അന്നത്തെ ഒരു നല്ലൊരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് പാട്ടിനൊക്കെ കുറച്ചും കൂടി ഒരു സീരിയസ്നെസ്സോട് കൂടി. ഇപ്പൊ ഉണ്ടെങ്കിലും മത്സരങ്ങൾക്കൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ശരിക്കും. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയുടെ വരവാണ് കുറച്ചുകൂടെ. ഇത് പണ്ട് ഞങ്ങൾ പാടുമ്പോ ഇന്റർനെറ്റ് ഇല്ലല്ലോ. ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ ഗൂഗിളൊക്കെ ലോഡായി വരുന്നുണ്ടാവുള്ളൂ. യാഹു എന്റെ ഇതില് ഓർക്കുട്ട് ഉണ്ടോന്ന് അറിയില്ല. ആ സമയത്ത് 2007 ഓർക്കുട്ട് ഇല്ല. 2008 കണ്ടോ തോന്നുന്നു. എനിക്ക് അറിയില്ല, കറക്റ്റ് അറിയില്ല, ചെക്ക് ചെയ്യണം. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് പാട്ട് പിന്നെ അങ്ങനെയുള്ള ഇതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നു. അതിപ്പോ പല പാട്ടുകളും മൊബൈൽ ഫോണല്ലേ ഉള്ളത്. ഒരാൾ വൈറൽ ആവണേ ഇപ്പൊ ഒരു മോൻ വൈറലായില്ലേ, അതായത് ഒരു അവൻ സ്കൂൾ കഴിഞ്ഞ് വരാൻ നേരത്ത് പാടിച്ചത്. അതായത് ഇന്റർനെറ്റിൽ നമ്മളെല്ലാം കണക്റ്റഡ് ആണല്ലോ. അപ്പൊ ഒരാൾക്ക് വൈറൽ ആവണമെങ്കിൽ ഇപ്പൊ ഒരു ചാനലിന്റെ പണ്ട് ചാനലിന്റെ ആവശ്യം വേണമായിരുന്നു. ഏഷ്യാനെറ്റ് പോലെ വലിയ ചാനൽ പാടിയോണ്ടാണ് നമ്മളെയൊക്കെ അറിഞ്ഞത്. ഇപ്പൊ കുറെ ചാനലായി. പക്ഷെ അതിനേക്കാൾ ഉപരി ഈ റീൽസ് ആണല്ലോ. അതില് ഉള്ള ആൾക്കാർക്കും ഫെയിം ആയി. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കുറെ പാട്ടുകാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരുവിധം നന്നായിട്ടുള്ളൊരു പാടാൻ കഴിവുള്ളവരും അല്ലെങ്കിൽ ഏതെങ്കിലും കഴിവുള്ളവർക്കും എത്തിപ്പെടാൻ പറ്റും. എന്തെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും നമുക്കൊരു ലൈറ്റ് മ്യൂസിക്കിനോ കർണാട്ടിക്കിനൊക്കെ ഫസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ അത് ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയാൽ കഴിഞ്ഞാൽ തന്നെ ഫോട്ടോ ആയിട്ട് നമ്മളിങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സിന് പുറമെ കൊടുക്കണം. ഇതൊന്നും ഇടുവോ? പക്ഷെ അത് നല്ലൊരു ചേഞ്ച് തന്നെയാണ് ശരിക്കും. നമ്മുടെ ഫോട്ടോ ചാമക്കുളത്തിന്റെ അപ്പൊ ഞാനൊക്കെ ദൈവമേ മരിച്ചവരുടെ ഫോട്ടോ വരെയും മുമ്പ് വന്നു. എന്റെ ഫോട്ടോ അത് കഴിഞ്ഞിട്ടല്ലേ വന്നത്. ശരിയാണ്, അത് ശരിയുള്ള ഒരു കാര്യം തന്നെ. അപ്പൊ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഫസ്റ്റ് കിട്ടി പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ കിട്ടി കഴിഞ്ഞാൽ തന്നെ ഒരു 200 കമന്റും. അതെ അങ്ങനെയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. പണ്ടുള്ളവര് ആ ഒരു ഫെയിം നിലനിർന്ന് പോകുന്നവർ ഇപ്പൊ നിന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വരുന്നു, ഒരു 2 മാസം കഴിഞ്ഞ് പോകുന്നു, അടുത്ത ആള് വരുന്നു, അടുത്ത ആള് വരുന്നു, പോകുന്നു. പിന്നെ കറങ്ങി തിരിഞ്ഞാൽ ലൂപ്പിൽ വന്ന് പണ്ട് ഹിറ്റായ ആള് വീണ്ടും വരുന്നു, പിന്നെ 2 മാസം കഴിഞ്ഞ് പോകുന്നു. അതായത് ഒരു സ്ഥിരമായിട്ട് ആർക്കും ഈ ഫീൽഡിൽ അങ്ങനെ പണ്ടുള്ള ഇപ്പൊ ദാസേട്ടൻ, ചിത്രചേച്ചി, MG ശ്രീകുമാരേട്ടൻ,
പി ചന്ദ്ര സാറ് അങ്ങനെ മേടിച്ചോണ്ട് ഇങ്ങനെയൊക്കെ അവരൊക്കെ നിന്ന പോലെ കണ്ടിന്യൂ ആയിട്ട് നിക്കാൻ പറ്റുന്നില്ല. ഇനി പറ്റത്തില്ല. കാരണം എന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നു, മ്യൂസിക്കിന് ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ വോയിസസ് വരുന്നു, എല്ലാവരുടെയും മൊബൈലിൽ തന്നെ സ്റ്റുഡിയോ ആണ്. അതെ, ശരിയാണ്. ഇപ്പൊ എല്ലാം പക്ഷെ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോ നല്ലൊരു ചേഞ്ച് ആണ്. ചിലപ്പോ നമുക്ക് ഒരു പഴമ കുറെ നഷ്ടപ്പെടുന്നുണ്ടെന്നും തോന്നുന്നുണ്ട്. സെലിബ്രിറ്റീസിനെ മുട്ടി നടക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ വൈറ്റ്ലി ജംഗ്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു 10,000 സെലിബ്രിറ്റീസ് ഫോണിലൂടെ വൈറലായാലും അല്ലാതെ. അപ്പൊ അതിനുശേഷം എനിക്ക് തോന്നുന്നു അമൃത ടിവിയിൽ റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നു. അതും ഇതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ റണ്ണറപ്പ് അങ്ങോട്ടായിരുന്നു തോന്നുന്നു അല്ലെ, സെക്കൻഡ് പ്രൈസ് ആയിരുന്നു. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു വഴിത്തിരിവായിരുന്നു. അപ്പൊ അതിനുശേഷം 2010-11 കാലഘട്ടത്തില് സിനിമയിലോട്ട് വന്നു, രതി നിർവേദം എന്ന് പറഞ്ഞ സിനിമയില്. അപ്പൊ നമുക്ക് ആ പാട്ട് തന്നെ ഒന്ന് പാടിയിട്ട് തുടങ്ങാം.